വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോ എക്സാംസിട്ടുള്ള ഒരു 7 ദിവസമായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. വേറെ ഒന്നല്ല, കുറച്ച് നിങ്ങൾക്കറിയാലോ പ്ലസ് ടുവിൻ്റെ എക്സാമും കാര്യങ്ങളൊക്കെ നടത്തുന്നു അതായിട്ട് അതോ വരാഞ്ഞിട്ടൊക്കെ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതപ്പോൾ പാടില്ല കേട്ടോ. അപ്പം തന്നെ വീഡിയോ ഒരു ഷൂട്ട് ചെയ്യാൻ വിചാരിച്ച്, കാരണം ഈ പാടെ പോയിട്ട് എപ്പോഴാണെന്ന് അറിയില്ല എടുക്കാമെന്നൊക്കെ. അപ്പോൾ ഞാൻ അവിടെ ഒരു സ്ഥലം വരെ വന്നപ്പോൾ ഇവിടുന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ വന്നത് എൻ്റെ ഐഫോണിൻ്റെ റിവ്യൂവിൻ്റെ എന്ന് പറയാം. ഐഫോൺ എടുത്തിട്ടിപ്പോൾ 1 month ആവാനായി. അപ്പോൾ അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളും പറയാമെന്ന് വിചാരിച്ചു, നിങ്ങളെ ഷെയർ ചെയ്യാൻ വിചാരിച്ചു. കാരണം ഇനി ഐഫോൺ എടുക്കാൻ പോകുന്നവർക്ക് ഇതൊരു യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഐഫോൺ എടുക്കുന്നവരൊക്കെ വേഗം തോന്നിയിട്ട്, കാരണം ഐഫോണിനൊക്കെ വില കുതിച്ച് കയറാൻ പോകുക പറഞ്ഞിട്ട് ന്യൂസിലും കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ ഞാനെൻ്റെ ഐഫോണിൻ്റെ റിവ്യൂവും കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അപ്പോൾ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ 1 month ഞാൻ യൂസ് ചെയ്തതിൻ്റെ റിവ്യൂവും കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ പോസിറ്റീവ് കാര്യങ്ങൾ ഫസ്റ്റ് പറഞ്ഞിട്ട് നെഗറ്റീവിലേക്ക് ഇറങ്ങാം. പോസിറ്റീവ് എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട നല്ല ക്യാമറ ക്വാളിറ്റി നല്ല ഉണ്ട്. ഐഫോണിൻ്റെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, ക്യാമറ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് പറയാമല്ലോ. അപ്പോൾ ഐഫോണിൻ്റെ ക്യാമറ രക്ഷയില്ല. ഞാൻ ആൻഡ്രോയിഡിൽ നിന്ന് നേരെ iOSക്ക് ചാടിയ ഒരാളായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ക്യാമറ ക്വാളിറ്റി രക്ഷയില്ല കേട്ടോ. പിന്നെ നമുക്ക് എന്ന് പറഞ്ഞാൽ ഫോണ് ഇങ്ങനെ സ്ട്രെയിറ്റ് ആക്കി പിടിച്ചിട്ട് നമുക്ക് ഇതേമാതിരി ഈ സൈസിൽ ഈ ഫ്രെയിമിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നുള്ള ഒരു ഗുണം കൂടിയാണ്. അതൊക്കെ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ട്. കാരണം നമ്മൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടൊക്കെ ഫോൺ വെച്ച് കഴിഞ്ഞാൽ തവർത്തി കൊടുത്താൽ ഈ ഫ്രെയിമിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. അത് നല്ലൊരു ക്വാളിറ്റിയാണ്. പിന്നെ ആക്ഷൻ ബട്ടൺ ഒരു മുകളിലും സൈഡിലായിട്ട് 2 ആക്ഷൻ ബട്ടൺ വരുന്നുണ്ട്. എൻ്റെ ഒരു ആക്ഷൻ ബട്ടൺ തന്നെ ഫ്ലാഷ് ലൈറ്റ്, ഒരു ആക്ഷൻ ബട്ടൺ തന്നെ ക്യാമറ ഓൺ ആവുന്നത്. കാരണം എനിക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ അതാണ് ഇപ്പോൾ ഇതിലുള്ളത്. അപ്പോൾ അത് 2 കൊടുത്തേക്കാണ്ടോ. അപ്പോൾ ഇത് 2 കൊടുത്തതിന് ആക്ഷൻ ബട്ടണായിട്ട്. പിന്നെ എന്നുള്ള പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഡോൾബി മാതിരി നമുക്ക് നമ്മളിന്ന് റീൽസൊക്കെ കാണുമ്പോൾ ഡോൾബി അറ്റ്മോസ് വരിക നമുക്ക് സൗണ്ട് കേൾക്കട്ടോ. അത് ഹെഡ്സെറ്റ് എയർപോർട്ടൊന്നും കുത്തിയില്ലെങ്കിലും നോർമലായിട്ട് കേൾക്കുമ്പോൾ നമുക്ക് ഡോൾബി, അതായത് സറൗണ്ട് സൗണ്ട് ഫുള്ള് കേൾക്കാൻ പറ്റും. അപ്പോൾ ഞാനിതിങ്ങനെ ChatGPT വെച്ച് സെർച്ച് ചെയ്ത് നോക്കി എന്താ ഇപ്പോൾ ഇങ്ങനെ കേൾക്കാൻ കാരണം. അപ്പോൾ എനിക്ക് കണ്ടെത്താൻ പറ്റിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ നോട്ടൺ സ്പീക്കറുണ്ടല്ലോ, ഫോണിൻ്റെ നമ്മൾ റീൽസൊക്കെ കാണുമ്പോൾ ഉള്ള സ്പീക്കറും നമ്മൾ കോൾ ചെയ്യുമ്പോഴുള്ള മുകളിലത്തെ സ്പീക്കർ 2 കൂടി ഒരുമിച്ചാണ് നമ്മൾ റീൽസ് വീഡിയോസൊക്കെ കാണുമ്പോൾ വർക്കാവുന്നത് കേട്ടോ. അത് നമുക്കൊരു സറൗണ്ട് ഫീല് നൽകാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതാണ് ഇതിൻ്റെ പോസിറ്റീവും കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ എന്നുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ കുറച്ച് ഇനി നെഗറ്റീവിലേക്ക് നേരെ കിടക്കുക. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നെഗറ്റീവ് കണ്ടെത്താൻ പറ്റിയതെന്ന് പറഞ്ഞാൽ ഈ സിലിക്കൺ കേസ്, അതായത് നമ്മൾ ഫോൺ വാങ്ങുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ ട്രാൻസ്പാരൻറ്റ് കേസാണ് കിട്ടുന്നത്. അത് മാറ്റി നമ്മൾ കുറച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസ്പാരൻറ്റ് ഓൾറെഡി മഞ്ഞാവുമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ആ മഞ്ഞ മാറ്റി നമ്മൾ ആ കേസ് മാറ്റിയിട്ട് സിലിക്കൺ കേസ് ഇടുന്ന സമയത്ത് ഈ സ്ക്രീൻ കാർഡ്, നമ്മൾ ഐഫോണിൽ സ്ക്രീൻ കാർഡ് ഇടുമ്പോൾ സ്ക്രീൻ കാർഡിൽ എയർ കയറുന്ന പ്രോബ്ലം ഉണ്ട്. എത്ര പേർക്ക് ഉണ്ടെന്ന് അറിയില്ല, എൻ്റെ ഫോണിലുള്ളതുകൊണ്ട് പറയുന്നത്. ഈ എയർ ഈ സൈഡിലൊക്കെ ആയിട്ട് ഫുള്ള് എയർ കയറിയിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. അതൊരു നെഗറ്റീവായിട്ട് മെയിനായിട്ട് തോന്നിയിട്ടോ. അതുതന്നെയാണ് ഇതിൽ മെയിനായിട്ട് നെഗറ്റീവ് തോന്നിയത്. സിലിക്കൺ കേസ് ഇടുമ്പോൾ ഈ സ്ക്രീൻ കാർഡ് നിങ്ങൾക്ക് ഉണ്ടോയെന്ന് അറിയില്ല, ഇന്ത്യയിൽ മെയിനായിട്ട് കൺട്രോൾ ചെയ്യാൻ പറയാം കേട്ടോ. അപ്പോൾ അതാണ് എനിക്ക് നെഗറ്റീവ് സൈഡായിട്ട് ഐഫോണിൽ ആകെ തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ. പിന്നെ ഐഫോണിലുള്ള കുറച്ച് ഫീച്ചേഴ്സ്, ബാക്ക് ടാപ്പ് ഞാൻ കാര്യങ്ങൾ ഓൺ ആക്കിയിട്ടുണ്ട്. ബാക്ക് ടാപ്പ് എന്ന് പറഞ്ഞാൽ അറിയാത്തവർക്ക് വേണ്ടിയാ പറയാം. ഐഫോണിൻ്റെ ലോഗോ, ബാക്കിൽ ലോഗോ ഉണ്ട് ഐഫോണിൻ്റെ. അതിങ്ങനെ ഡബിൾ ടാപ്പ്, ട്രിപ്പിൾ ടാപ്പ് ചെയ്യുമ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലാഷ് ലൈറ്റും, ട്രിപ്പിൾ ടാപ്പ് ചെയ്താൽ ക്യാമറയാണ് കേട്ടോ അവൽ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ്രോയിഡിനും മാറിയപ്പോൾ നല്ല ചേഞ്ച് ആട്ടോ അതിലേക്ക് മാറിയപ്പോൾ വന്നത്. കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളും ഉണ്ട്. എന്നാലും ഈ സ്ക്രീൻ കാർഡിൽ എയർ കയറിയത് അതൊക്കെ ഒരു നെഗറ്റീവായിട്ട് തോന്നി. സിലിക്കൺ കേസ് ഇടുമ്പോഴാണ് വരുന്നത്. എത്ര ആൾക്കാർക്ക് ഉണ്ടെന്ന് അറിയില്ല, ഇവർ മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ചെറിയ ഐഫോണിൻ്റെ റിവ്യൂ ആയിരുന്നു. യൂസൊക്കെ നല്ല യൂസാട്ടോ. ഞാൻ ആൻഡ്രോയിഡിലൊക്കെ എഡിറ്റ് ചെയ്യുന്ന സമയത്തേക്ക് ഫേസ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം സ്റ്റെക്ക് വരും. നമ്മളൊന്ന് ബാക്ക് അടിച്ച് പിന്നെ തിരിച്ച് വരുമ്പോൾ തന്നെ ഇത് ഫുള്ള് സ്റ്റെക്കായി ഹാങ്ങായി ആ ഒരു പ്രോബ്ലം ആൻഡ്രോയിഡിൽ നല്ല രീതിക്ക് വന്നു. ഇതിലേക്ക് വന്നപ്പോൾ ഒക്കെ മാറി കേട്ടോ. നമ്മളെപ്പോൾ വേണമെങ്കിൽ ബാക്ക് അടിച്ചെടുത്താലും നല്ല സ്മൂത്തിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ എഡിറ്റിങ്ങിന് നല്ല യൂസ്ഫുള്ളാണ്. പിന്നെ ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യം പലരും പറഞ്ഞതാണ്, ബാറ്ററി ബാക്കപ്പ് അധികം ഇല്ല, ബാറ്ററി വേണ്ടി ഇന്ത്യയിൽ ഇതുവരെ അങ്ങനെ കണ്ടില്ല. എന്നാലും ബാറ്ററി ഐഫോൺ ആണല്ലോ,
എഡിറ്റിംഗ് ഒക്കെ കഴിയുമ്പോൾ തന്നെ കുറച്ച് പെട്ടെന്ന് കുറയുന്നുണ്ട്. അപ്പോൾ ഐഫോണിൽ അത് നോർമലാണ്, കാരണം കുറേ പ്രൊസസ്സർ കാര്യങ്ങളും എല്ലാം എഡിറ്റിങ്ങിനൊക്കെ ഹാർഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ഇതൊക്കെ ഉണ്ടാവും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്ഡേഷൻ്റെ കാര്യമാണ്. കുറേ പേര് അപ്ഡേറ്റ് ചെയ്തിട്ട് ഐഫോൺ 17 തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്ഡേറ്റ് ചെയ്തതിൻ്റെ ശേഷം കുറേ പ്രോബ്ലംസ് ഐഫോൺ ഫേസ് ചെയ്യേണ്ടി കണ്ടിട്ടുണ്ട്. ലൈന് വരുന്നതും ഐഫോൺ ഫുള്ളായിട്ട് ഓഫായി പോകുന്നത്, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ എനിക്കിതുവരെ ഫേസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനി ഫേസ് ചെയ്ത് അത് വരരുതെന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം എൻ്റെ രണ്ടാമത്തെ അപ്ഡേഷൻ ഇപ്പോൾ ഞാൻ ഐഫോണിൽ ചെയ്തിട്ടു. ഞാൻ വരുമോ ഇല്ലയെന്നൊന്നും അറിയില്ല. വാറണ്ടി കാര്യങ്ങളും ഉണ്ടെങ്കിൽ വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം ഐഫോണിൻ്റെ സെക്കൻഡ് അപ്ഡേറ്റും കൂടി ഞാൻ ചെയ്തതിന്, കാരണം ഐഫോൺ കുറച്ചും കൂടി സ്മൂത്തർ ആവാനായി ചെയ്ത് വെക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതും കൂടി ഞാൻ ചെയ്ത് വെച്ചാൽ ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ പ്രാർത്ഥിക്കും നമുക്ക്. അപ്പോൾ ഐഫോണൊക്കെ എടുക്കാൻ പോണവരാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഫസ്റ്റ് എടുത്തോളൂ. ഐഫോണിനൊക്കെ കുത്തനെ വില ഉയർച്ച് കയറാൻ പോകാമെന്നൊക്കെ പറയണത് ഞാൻ പറയുന്നതല്ല, ന്യൂസുകാർ തട്ടി വരുന്നതാണ്. ന്യൂസിലൊക്കെ പല ന്യൂസെല്ലാം അങ്ങനെ കണ്ടതിന് ഐഫോണൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർ വേമ്പോ എടുക്കുക. പിന്നെ നമ്മൾ വീഡിയോസ് ഡിലേ ആവാൻ കാരണം നിങ്ങൾക്കറിയാലോ, +2ൻ്റെ ഓണ എക്സാമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെറിയൊരു സ്ഥലം വരെ വന്നപ്പോൾ എനിക്ക് തോന്നി 6 ദിവസം ഞാൻ ചാനൽ കയറിയൊക്കെ 7 ദിവസം 6 ദിവസമായി വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വീട്ടാന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഈ വീഡിയോ കണ്ടതിൻ്റെ ശേഷം എത്ര പേർക്ക് ഐഫോൺ എടുക്കണമെന്ന് ഡൗട്ട് ഉള്ളതെന്ന് എത്ര പേർക്ക് യൂസ്ഫുൾ ആയെന്ന് പറയാം. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ഷെയർ ചെയ്യുക. ഓക്കെ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുള്ള വെറൈറ്റി വീഡിയോ കാണാൻ വരെ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.